ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലൂടെ എന്നോടൊത്ത് സഞ്ചരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം. എപ്പിസോഡ് 5. ഈശ്വരലഹരിയിൽ മുഴുകിയ സൂഫി. ഗോപാലസ്വാമിയെ കണ്ടതിന് ശേഷം ഒരു മാസമോ മറ്റോ കഴിഞ്ഞിരിക്കും. എൻ്റെ അമ്മയുടെ അമ്മാവനും എൻ്റെ അമ്മൂമ്മയും എൻ്റെ അകന്ന ബന്ധത്തിലുള്ള മാമിയും ഭീമാപ്പള്ളിയിൽ അവരോടൊപ്പം പോകാൻ എന്നെയും ക്ഷണിച്ചു. ഒരു മുസ്ലിം വിശുദ്ധയായ ഭീമ ബീബിയുടെ ശവകുടീരമാണ് ഭീമാപ്പള്ളി. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും കുറച്ച് അകലെയുള്ള കടൽ തീരത്താണ് ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബാധ ഒഴിപ്പിക്കലിന് പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് അത്. ഭൂതപ്രേതാദികൾ ആവേശിച്ചിട്ടുള്ളവരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അവിടെ കൊണ്ടുവരാറുണ്ട്. അക്രമാസക്തരായിട്ടുള്ളവരെ കൽത്തൂണുകളിലോ മരത്തൂണുകളിലോ കെട്ടിയിടുന്നു. ഈ സാധുക്കൾ ഉന്മത്തതയ്ക്കും ചീത്ത ക്ഷോഭത്തിനും മറ്റും അടിപ്പെട്ടവരാണ്. അവർ കൃഷ്ണമണികൾ വട്ടം കറക്കിക്കൊണ്ട് തല ചുഴറ്റിക്കൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഭീമാ ബീബിയോട് തങ്ങളെ പീഡിപ്പിക്കരുതേ എന്ന് കേണപേക്ഷിക്കും. ബാധകൾ കഴിഞ്ഞു പോയിക്കൊള്ളാം എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പറയും. ഒടുവിൽ അവർ തങ്ങളുടെ ശിരസ് ഗംഭീരമായ ശവക്കല്ലറയുടെ വാതിൽപ്പടിയിൽ ഇടിച്ചുകൊണ്ട് ബോധം കെട്ട് വീഴും. ഇതൊക്കെ പ്രേതങ്ങളുടെ പ്രവൃത്തികളാണെന്ന് കരുതപ്പെടുന്നു. ബാധയൊഴിക്കപ്പെട്ട വ്യക്തി പ്രേതത്തിൽ നിന്നും മോചനം പ്രാപിക്കുകയും ബോധം വീണ്ടു കിട്ടുന്നതോടെ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തനാകുകയും ചെയ്യുന്നു. രോഗശാന്തി നേടുന്നത് വിശുദ്ധയായ ഭീമാ ബീബിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. വിശുദ്ധയായ ഭീമാ ബീബിയുടെയും മകൻ്റെയും ശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന ശവപ്പെട്ടികളെ അറബിക്കടലിലെ തിരമാലകളുടെ ഒഴുക്ക് എടുത്തുകൊണ്ടുപോയി. പിന്നീട് ശവപ്പെട്ടികൾ കരയ്ക്കടിഞ്ഞു. ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കടൽ തീരത്താണ് ശവപ്പെട്ടികൾ കരയ്ക്കടുത്തത്. തദ്ദേശവാസികൾ വിശുദ്ധ ഭീമാ ബീബിക്കായി ഒരു ശവകുടീരം നിർമ്മിച്ചു. അവരുടെ ശവപ്പെട്ടിയെ സ്പർശിച്ചയുടനെ പ്രേതബാധിതരുടെ ഉപദ്രവം ഒഴിഞ്ഞുമാറുന്നതായി അനുഭവപ്പെട്ടു. പ്രസ്തുത പ്രദേശത്ത് നിവസിക്കുന്ന മുസ്ലിങ്ങളായ മീൻപിടുത്തക്കാർ ഭീമാ ബീബി അറേബ്യയിലെ മുസ്ലിം വിശുദ്ധയാണെന്ന് വിശ്വസിക്കുന്നു. ശവകുടീരത്തിനോട് ചേർന്ന് ഒരു പള്ളിയും പണിയിച്ചിട്ടുണ്ട്. അത് ദർഗ എന്നറിയപ്പെടുന്നു. ഞങ്ങൾ ദർഗയിൽ പോയത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. കടൽ തീരത്തെ മണൽപ്പരപ്പിലൂടെ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങവേ വെളുത്ത മണൽത്തരികളുടെ ചൂട് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ദർഗയുടെ വളപ്പിൽ തലങ്ങനയും വിലങ്ങനയും ധാരാളം ചെറിയ ലോഡ്ജുകൾ ഉണ്ടായിരുന്നു. രോഗികൾക്കും അവരുടെ കൂടെ വരുന്നവർക്കും വേണ്ടി നിർമ്മിച്ചവയാണ് അത്. അങ്ങുമിങ്ങുമായി ഏതാനും തെങ്ങുകളും കൽത്തൂണുകളും തടികൊണ്ടുള്ള തൂണുകളും കാണാമായിരുന്നു. തെങ്ങുകളിലും ചില തൂണുകളിലും രോഗികളെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ചിലരുടെ സ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു. ശരീരമാകെ ശോഷിച്ച് വെറും അസ്ഥികൂടം മാത്രമായി തീർന്ന അവരുടെ ദയനീയമായ നോട്ടം നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. മഞ്ഞളിച്ച പല്ലുകളുള്ള ആ സ്ത്രീ കൃഷ്ണമണികൾ ചലിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. എൻ്റെ മാമി പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ധൃതിയിൽ മാറിക്കളഞ്ഞു. അത് കണ്ട് ഞാൻ ഒഴികെ എല്ലാവരും ചിരിച്ചുപോയി. എനിക്കും പേടി തോന്നിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ ഉപരി ബാഹ്യഹീനരായ അവിടുത്തെ അന്തേവാസികളോടുള്ള അങ്ങേയറ്റത്തെ അനുകമ്പ മനസ്സാകെ നിറഞ്ഞു. ഞങ്ങൾ ദർഗയിലേക്ക് പ്രവേശിച്ചു. മതിൽ കെട്ടിനകത്തുള്ള ശവകുടീരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ജനനിബിഡമായിരുന്നു. ഒരു ഭാഗം രോഗികൾക്കായും മറ്റേ ഭാഗം ഭക്തജനങ്ങൾക്കായും പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശവകുടീരം പച്ച നിറത്തിലുള്ള ഭംഗിയുള്ള സാറ്റിൻ തുണി കൊണ്ട് മൂടിയിരുന്നു. ഇരുവശത്തുമുള്ള കർട്ടനുകൾ ചുവന്ന വെൽവെറ്റ് തുണി കൊണ്ട് തയ്പ്പിച്ചവയായിരുന്നു. മതിൽക്കെട്ടിനുള്ളിൽ തിളങ്ങി നിന്ന പച്ചയും നീലയും നിറമുള്ള ബൾബുകൾ പ്രകാശം തന്നെ ഭയാനകത്തെ സൃഷ്ടിക്കുന്നതായിരുന്നു. പള്ളിയിലെ പുരോഹിതൻ മുല്ല ഞങ്ങൾ നേർച്ചയായി കൊണ്ടുപോയിരുന്ന വാഴപ്പഴങ്ങൾ സ്വീകരിക്കുകയും ഖുറാനിലെ വരികൾ ചൊല്ലുകയും ചെയ്തു. കൂപ്പുകൈകളോടെ പ്രാർത്ഥനാനിരതരായി ഞങ്ങൾ നിന്നു. ഞങ്ങളുടെ ശിരസുകൾ വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു. ഖുറാനിലെ വരികൾ ചൊല്ലുന്നത് അവസാനിപ്പിക്കുന്നത് വരെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ കരതലം കൊണ്ട് മുഖം തിരുമുകയും മുല്ലായിൽ നിന്നും പവിത്രീകരിച്ച ഉണങ്ങിയ റോസാദളങ്ങളും പഞ്ചസാരയും സ്വീകരിക്കുകയും ചെയ്തു. ശിരസ് നമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഞങ്ങളുടെ ദേഹത്തിൽ മയിൽപീലികൾ കൊണ്ടുണ്ടാക്കിയ ജണ്ടുകൊണ്ട് തട്ടിക്കൊണ്ട്
മുല്ല ഭീമാ ബീബിയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നു. എൻ്റെ അമ്മൂമ്മ നേർച്ചപ്പെട്ടിയിൽ കാണിക്കേട്ടതിനു ശേഷം ഭക്തർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ചെന്നിരുന്നു. തൊട്ടടുത്ത പള്ളിയിൽ നിന്നും പ്രാർത്ഥനയ്ക്കുള്ള വിളി കേട്ടു. അത് കേട്ടയുടനെ പ്രേതബാധിതർ ഉത്തേജിതരായി തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അവർ ഭയാനകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിചിത്രമായ രീതിയിൽ ചലിക്കാൻ തുടങ്ങി. ആ അന്തരീക്ഷം അസഹ്യമായി അനുഭവപ്പെട്ടു. അതിനിടയിൽ ഞങ്ങളുടെ സമീപത്തിരിക്കുകയായിരുന്ന കാഴ്ചയിൽ സാധാരണ ജീവിതം നയിക്കുന്നതായി തോന്നുന്ന ഒരു മധ്യവയസ്കൻ പെട്ടെന്ന് ചാടി എണീറ്റ് വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. ആ മനുഷ്യൻ തൻ്റെ ശരീരം വൃത്താകൃതിയിൽ ചുഴറ്റിക്കൊണ്ട് മറുവശത്ത് ഇരിക്കുന്ന ആൾക്കാരെ പോലെ ഹും ഹും എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. എന്നിട്ട് ശരീരം ചലിപ്പിക്കുന്നത് മതിയാക്കിയിട്ട് എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് കളിയാക്കുന്ന മട്ടിൽ പറഞ്ഞു, നീ 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 എന്നെ കണ്ടുപിടിച്ചു അല്ലേ? നീ എന്നെ ചുട്ടടിക്കാൻ നോക്കി, എന്നാൽ ഞാൻ പോകുകയില്ല. മുന്നിലോട്ട് ചാടിക്കൊണ്ട് ചുറ്റുമതിലിൻ്റെ വാതിൽക്കലേക്ക് ഓടിപ്പോയി. അവിടെയായിരുന്നു ശവകുടീരം. ആ മനുഷ്യൻ വാതിൽപ്പടിയിൽ തല കൊണ്ട് അടിച്ച് നിലവിളിച്ചു, ശരി, ഞാൻ പോകാം. ആ കൊച്ചൻ എന്നെ കണ്ടുപിടിച്ചു ബീബി, ഞാൻ തീർച്ചയായും പോകും. എന്നെ തീ കൊളുത്തരുതേ, അല്ലാതെ തന്നെ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രസ്തുത വ്യക്തി വികൃതമായ രീതിയിൽ കൂക്കി. എന്നിട്ട് ബോധം കെട്ട് വീണു. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് വല്ലാത്ത പേടിയും വെറുപ്പും അനുഭവപ്പെട്ടു. എൻ്റെ അമ്മൂമ്മയ്ക്ക് അങ്ങേയറ്റത്തെ അസഹ്യത അനുഭവപ്പെട്ടു. അവർ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മൂമ്മ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. എന്നെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി കളയുമോ എന്ന് ഭയന്നിട്ടെന്ന പോലെയായിരുന്നു അപ്പോഴത്തെ അമ്മൂമ്മയുടെ പെരുമാറ്റം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മറ്റൊരു വിചിത്രമായ കാഴ്ച കണ്ടു. നരച്ച തലമുടിയും ചെറുതായി വളർത്തിയ താടിയുമുള്ള ഒരു വൃദ്ധൻ നഗ്നനായി മണൽപ്പരപ്പിലൂടെ ഓടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തു വന്ന് നിൽക്കുകയുണ്ടായി. ആ വ്യക്തി ആരെയും നോക്കാതെ പുഞ്ചിരിക്കുകയും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുകയും കൈകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി എന്തൊക്കെയോ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ തല മുകളിലോട്ടും താഴോട്ടും ആട്ടിക്കൊണ്ടിരുന്നു. ശരീരമാസകലം മണൽ പുരണ്ടിരുന്നു. കറുത്ത ശരീരം മറച്ചിരുന്നത് വെളുത്ത നിറമുള്ള മണൽ കൊണ്ടായിരുന്നു. ആ വ്യക്തി ഒരു പ്രേതബാധിതനാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ വാസ്തവം മറ്റൊന്നായിരുന്നു. ആ മനുഷ്യൻ്റെ പിന്നാലെ വളരെ ആദരവോടെ കൂപ്പുകൈകളോടെ അസംഖ്യം പുരുഷന്മാരും സ്ത്രീകളും നടന്നുകൊണ്ട് ഒപ്പം എത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയ ആൾ അടുത്ത നിമിഷം പെട്ടെന്ന് നിന്നതിന് ശേഷം പുറകോട്ട് വന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഒരു മിനിറ്റ് സമയത്തേക്ക് ആ മനുഷ്യൻ്റെ മുഖത്ത് വല്ലാത്ത ഗൗരവം പകർന്നു. ചുവന്ന കണ്ണുകൾ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എനിക്ക് എല്ലാം നേരം പോക്കായി അനുഭവപ്പെട്ടു. ആ മനുഷ്യൻ തമിഴിൽ പറഞ്ഞു, ശരി ശരി, പോ അപ്പുറം വാടാ. ഇത്തവണ എനിക്ക് എന്തുകൊണ്ടോ ഭയം തോന്നിയില്ല. ഞാൻ ആ വ്യക്തിയെ ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഒരു യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ ഭ്രാന്തിൻ്റെയും മതപരമായ ആനന്ദത്തിൻ്റെയും അതിർവരമ്പ് തീരെ ലോലമാണ്. എൻ്റെ അമ്മയുടെ അമ്മാവൻ പിന്നീട് അത് കാലടി മസ്താൻ എന്നറിയപ്പെടുന്ന സിദ്ധികളുള്ള ആളാണെന്ന് പറഞ്ഞു തന്നു. അദ്ദേഹം ഈശ്വരഭക്തിയുടെ ലഹരിയിൽ ഉന്മത്തനാണെന്നും ബാഹ്യലോകത്തെപ്പറ്റി ബോധവാനല്ലായിരുന്നു എന്നും അറിയിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില വിശുദ്ധന്മാർ അങ്ങനെയാണ്. എനിക്ക് വിശദീകരിച്ചു തന്നുവെങ്കിലും എനിക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് വസ്ത്രം ധരിക്കാത്തത്? ചോദ്യത്തിന് ഉടനെ അമ്മാവൻ മറുപടി നൽകി, എന്തിനാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എല്ലായ്പ്പോഴും ആരെങ്കിലും പുതിയ മുണ്ട് അരയിൽ ചുറ്റിക്കൊടുക്കും. മിനിറ്റുകൾക്കകം അത് അദ്ദേഹം ഏതെങ്കിലും പാവപ്പെട്ട ഭിക്ഷക്കാരന് കൊടുത്തിട്ട് വീണ്ടും വിവസ്ത്രനാകും. അപ്പോൾ പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. വേനൽക്കാലത്ത് വസ്ത്രം ധരിക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. ഞാനും എൻ്റെ വസ്ത്രം ഏതെങ്കിലും പാവപ്പെട്ട യാചന കൊടുത്തിട്ട് സ്വാതന്ത്ര്യത്തോടെ നഗ്നനായി നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് അതിന് കഴിയുകയില്ല എന്ന് അറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സഭ്യവും ഉചിതവുമായ പെരുമാറ്റവുമാണ്. പോ അപ്പുറം വാടാ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായി മാറി. ആ കഥ ഞാൻ മറ്റൊരു അധ്യായത്തിനു വേണ്ടി മാറ്റിവെക്കുന്നു. നമസ്കാരം. ഇതോടെ 5ാമത്തെ എപ്പിസോഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരി ഓം.